യെസ് ഐ ജി ബോസ് കെ നൈനാൻ സ്പീക്കിംഗ്. എപ്പോ? വണ്ടി ഒന്ന് ഒതുക്ക്. ആ പറയൂ. ആ ആ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. യാ ഐ നോ. ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ വേളാങ്കണ്ണിക്ക് വരുന്നില്ല. ഇവിടെ നിൽക്കേണ്ട അത്യാവശ്യമുണ്ട്. അയ്യോ അത് നീ മോള് പോയിട്ട് വാ. പോയിക്കോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. യാ ആ സർ, ഇമെയിലിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നോ ആരാ അയച്ചോന്നോ പറഞ്ഞിട്ടില്ല. അതിന്റെ കണ്ടന്റ് സീരിയസ് ആണ്. ഈ മാസം 28-ാം തീയതി സ്റ്റേറ്റ് സന്ദർശിക്കാനിരിക്കുന്ന VVIP വിൽ ബി അസാസിനേറ്റഡ് ബൈ ഗ്രീൻ റെവല്യൂഷണറി മൂവ്മെന്റ്. എല്ലാ പ്രിക്കോഷൻസും എടുക്കുന്നുണ്ട് സാർ. നഗരത്തിൽ മാത്രമല്ല, ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും സെർച്ച് ചെയ്യാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഷുവർ സർ, ഐ വിൽ റിപ്പോർട്ട് ഡയറക്ട്ലി. ഹലോ, ATS ഓഫീസ്. Where is Baba? I mean Baba Kalyani. Wherever he is, I want him very urgent. Okay? സ്വാമി ശരണം. സാർ, സ്വാമി ശരണം. അനിയൻ തോമസ്, ഫസൽ അവരൊക്കെ എവിടെ? എല്ലാവരും അകത്തുണ്ട് സാർ. ഇമെയിൽ അയച്ച ആളെ കുറിച്ച് എനി ഇൻഫർമേഷൻ? ഇല്ല സാർ, ഒന്നും അറിവായിട്ടില്ല. ഈ സൈബർ കഫേന്റെ ഓണറെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഒരു വല്ലാത്ത സാധനമായ ആള്. എന്ത് ചോദിച്ചാലും തർക്കുത്തരമേ വരൂ. NRI ആയതിന്റെ അഹങ്കാരം വേറെ. DGP പറഞ്ഞ ഒരാളോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ മാലയിട്ടു. അല്ലെങ്കിൽ എന്താ NRIയുടെ പേര്? തോമസ് കുരുവാശ്ശേരി, തിരുവല്ലയ സ്ഥലം. ഈയിടെ US വന്നതേ ഉള്ളൂ. ഡോളറിന്റെ നാട്ടിൽ നിന്ന് വന്നാൽ അല്പ സ്വല്പം കാണും, നമുക്ക് മാറ്റിയെടുക്കാം. സ്വാമി എന്താ ബട്ടൺ ഇടാ സ്വാമി? ടെൻഷൻ സാർ, ടെൻഷൻ കൂടെ വേറൊരു കാരണം കൂടെയുണ്ട്. VVIP കാർക്കേഡിന്റെ പൈലറ്റ് ഓഫീസറായിട്ട് എന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇമെയിൽ ഭീഷണിയും. അനിയൻ സർ. തോമസ് സർ അവിടെ. ഈ ടെൻഷൻ കൂടി VVIPയെ വഴി കളയല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ, ഒരുപാട് ഡ്രസ് റിഹേഴ്സലൊക്കെ ഉണ്ട്. സർ. സർ സർ. ഇല്ല സാർ, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ സാർ. ഇമെയിൽ ചെയ്ത ആളെ ഉടമസ്ഥൻ അറിയില്ലെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും സാർ. ചെയ്ത ആളുടെ ഇമെയിൽ ID ക്രാക്ക് ചെയ്യേണ്ടി വരും. വീൽ ഡു ഇറ്റ് സാർ. ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ പിന്നെ ഞങ്ങൾ എന്തിനാ? ഐ വിൽ കോൾ യു ബാക്ക് സാർ. യെസ്. അതാ ഉടമസ്ഥൻ. ചോദിച്ചിട്ട് പറയുന്നില്ലേ? മാക്സിമം ട്രൈ ഉണ്ട് സാർ. ഒന്നുകൂടെ ചോദിക്കേ. ഫസൽ സർ പ്ലീസ്. ഡെമോക്രസി ഒന്നുമില്ല ഈ നാട്ടിൽ. പോലീസ് രാജാണ്, പോലീസ് രാജ്. നിർത്തോ. കുറെ നേരമല്ലോ താൻ തുടങ്ങിയിട്ട്. 12-നും 12-30 അടിക്കാണ് ഇവിടെ ഇമെയിൽ പോയത്. ആ സമയത്ത് ഇവിടെ ആരൊക്കെ വന്നു എന്ന് പറ. നിങ്ങൾ എന്താ ഒരു സസ്പെക്ടിനെ പോലെ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യണത്? ഐ വിൽ ടേക്ക് യു ടു ദ കോർട്ട്. ഞാൻ ആരാണെന്ന് അറിയില്ല, എനിക്ക് കാണിച്ചു തരാം. കോടതിയിൽ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. നോക്കിക്കോ. ഒരുത്തനെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. റിലാക്സ്, 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 റിലാക്സ്. സിറ്റ്. പ്ലീസ് ആൻസർ ടു അവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ? ഓക്കെ. ഗുഡ് ബൈ. സർ. സർ. സർ ഏതാണ്? ഇനി പറ. സർ മടപ്പൂര, മടപ്പൂർ പോലീസ് സ്റ്റേഷൻ. എനിക്കറിയില്ല സർ. വാട്ട്സ് എ പ്രോബ്ലം? സർ അത് ഇതായിട്ട് എന്താ പ്രശ്നം? ഓക്കെ സർ, ഓക്കെ, ഐ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ.
ഞാൻ മാത്യു, സ്റ്റേഷൻ ഓഫീസറാണ് സാർ. കമോൺ, എന്താ നിങ്ങളുടെ പ്രോബ്ലം? 1 മിനിറ്റ് സാർ. ഇതെവിടെ നിന്നാണ്, എങ്ങനെ കിട്ടി? സർ 1 മിനിറ്റ് സാർ. ഇവ മോഷ്ടിച്ചതാ ഇയാളുടെ ലോഡ്ജ് മുറിയിൽ താമസിച്ചിരുന്ന കസ്റ്റമറിൽ നിന്ന്. ഏത് ലോഡ്ജ്? മുരളി ലോഡ്ജ്. ഈ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല സാർ. 3-4 മാസമേ ഉള്ളൂ ഇവൻ ജോലിക്ക് വന്നിട്ട്. ആളെ കണ്ടപ്പോൾ പാവാണെന്ന് തോന്നി. പക്ഷെ ഇതുപോലൊരു കളനായിരിക്കുന്നു ഒരിക്കലും കരുതിയില്ല സാർ. ഈ കളവിന്റെ കാര്യം പറയാനാണോ ATSനെ ഇത്ര അർജന്റായിട്ട് വിളിച്ച്? അല്ല സാർ, ഈ മൊബൈലിലെ ഉടമസ്ഥർ 4 പേർ, ഹിന്ദി സംസാരിക്കുന്നവർ. ഇയാളുടെ ലോഡ്ജിൽ 2 മുറി എടുത്തു. റൂം നമ്പർ 2, 3 മൊബൈൽ പോയെന്ന് അവർ കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു. അവർ റൂം വെക്കറ്റ് ചെയ്തപ്പോൾ എനിക്കൊന്ന് സംശയം തോന്നി. ഇവന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മൊബൈൽ കിട്ടിയത്. ഞാൻ നേരെ ഇവിടെ സാറിന് വിവരം അറിയിച്ചു. VVIP വധിക്കുമെന്ന ഇമെയിൽ മെസ്സേജ് കിട്ടിയതിനു ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് ഉണ്ടായിരുന്നു. അപരിചിതരായ ആളുകൾ, അന്യഭാഷ സംസാരിക്കുന്നവർ, അവരുടെ പെരുമാറ്റത്തിലോ ചലനത്തിലോ എന്തെങ്കിലും സംശയം തോന്നിയാൽ ATSുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. കംപ്ലൈന്റ് കിട്ടിയ ശേഷം അവർ രജിസ്റ്ററിൽ കൊടുത്തിരുന്ന ബാംഗ്ലൂർ അഡ്രസ് വെരിഫൈ ചെയ്തപ്പോൾ അങ്ങനെ ആളുകളുമില്ല, അഡ്രസ്സും ഇല്ല. സർ, 4 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് റൂം എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്തു. എന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി. അതുകൊണ്ട് ATSുമായി ബന്ധപ്പെട്ടത്. ഗുഡ് ഗേൾസ് ആൻഡ് ഗുഡ് ജോബ്. താങ്ക് യു സർ. എവിടാ തന്റെ ലോഡ്ജ്? അവിടെ സാർ. കമാൺ. ഇതിലെ സാർ, ഇതിലെ. വരൂ സാർ. ഇത് രണ്ടും. ഫോൺ എങ്കേന്ന് കിടച്ചേ? நான் திருடல சார், പിന്നെ அங்கிருந்து தான் சார் கிடைச்சது. പച്ചക്കള്ളം കിട്ടിയതോ? കട്ടതിലട നീ ഈ 3 നമ്പർ മുറി തന്നെ. ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ആണല്ലേ? അല്ല സാർ, കോമൺ ബാത്റൂമാ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അത്ര വലിയ ലോഡ്ജൊന്നും. അതൊന്നും ചോദിച്ചില്ലല്ലോ എന്നോട്. ഓ, തമ്പി പേരെന്നാ? பழனி. ഊര്? பழனி பக்கத்துல ஆனையூர். ഊരും പേരും ഒന്നാ? ആനയൂരിൽ നിറയെ ആന ഇരിക്കാ? இல்ல சார், யானையெல்லாம் இல்ல, கழுதைங்க தான் சார் இருக்கு. സത്യം പറ, മൊബൈൽ വാഷ് ബേസിന് കിടച്ചാ റൂമിലെ കിടച്ചാ? ധൈര്യമല്ലേ? ഉന്നെ ആരും ഒന്നും ചെയ്യാൻ മാട്ടെ. മുറിയിൽ തന്നെ എടുത്ത് വേറെ എന്നാ മുറിയിൽ നിന്ന് എടുത്തത്? ഒന്നും എടുക്കലയാ? ഉണ്മയെ சொல்லு. വാ, ധൈര്യമാ വാ. இவ்வளவுதானா? நிஜமா? நிஜமா சார். இதெங்க கிடைச்சது? பேக்ல இருந்தா பர்ஸ்ல இருந்தா? தடியா ஒரு புக் இருந்தது, அதுல இருந்து தான். எப்போ? அவங்க ரூம் சுத்தம் செய்யும் போது. എങ്ങനെയുണ്ട്? ഒക്കെ പെശക. ഒക്കെ വ്യാജനാണല്ലേ? ആണെന്ന് വേണം പറയാൻ. കമാൺ. ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷ അവർക്കറിയില്ലേ? 1-2 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞിരുന്നു. ആ, പിന്നെ ഇടയ്ക്ക് അവരെ കാണാൻ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് മലയാളം അറിയാം. ഹലോ, കോൾ മീ ആഫ്റ്റർ സം ടൈം. ഓക്കെ ഓക്കെ. ഈ വന്നാള് അടുത്തെങ്ങാനുള്ളതാണോ? അതറിയില്ല. അയാളാരാ? ബാംഗ്ലൂരുകാർ ഏത് മുറിയിലാ താമസിക്കുന്നു ചോദിച്ചോണ്ടാ ആള് മലയാളിയാണെന്ന് മനസ്സിലായത്. ആകെ ഒറ്റ തവണ മാത്രമേ അയാളോട് വന്നിട്ടുള്ളൂ. അവരെന്ത് കാര്യത്തിന് ഇവിടെ വന്ന് ചോദിച്ചില്ലേ? ഉവ് ചോദിച്ചു സാർ. ടെലിഫോണിന്റെ ഇന്റർനെറ്റിന് കേബിൾ ഇടാണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്നാണെന്നാ പറഞ്ഞത്. ഇവരെയൊക്കെ കണ്ട ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയോ? അത് കഴിയണ്ടേ? ഉനക്ക് മുടിയുമാ? முடியும் சார். அவங்க 2 பேர் மூஞ்சியும் எனக்கு நல்ல ஞாபகம் இருக்கு. ஒரு சான்ஸ் கொடுங்க சார், வரைஞ்சு காட்டுறேன். കാട്ടെ.
അവൻ വരും. തോമസ്, വരൂ സാർ. അവർ പോയ ശേഷം മറ്റാരെങ്കിലും ഈ റൂമിൽ താമസിച്ചിരുന്നോ? ഇല്ല സാർ, ഞാൻ പറഞ്ഞില്ല ഇത് അത്ര വലിയ ലോഡ്ജൊന്നും വല്ല. അന്ന് ചോദിച്ചല്ലോ തമ്പി പുറത്തേക്ക്. ഓ സാർ. Excuse me, sir. Ready, sir? സോ സൂൺ. തോമസ്, ക്യാമറ എടുക്ക്. Sir. ഇത് തന്നെയാ സാർ, അവരുടെ മുഖം ഇത് തന്നെയാ. தம்பி வா. நிறைய சாமர்த்தியம் உனக்கு. நினைச்சா பெரிய ஆளாயிடலாம். பின்ன எதுக்கு இந்த திருட்டெல்லாம்? சார் இனிமேல் நான் திருட மாட்டேன் சார், சத்தியமா திருட மாட்டேன் சார். வீட்டில் யாரெல்லாம் இருக்கு? அப்பா அம்மா தங்கச்சிங்க. அப்பா என்ன வேலை? விவசாயம், அக்ரிகல்ச்சர். எதுவரை படிச்சிருக்க? 7 வரை படிச்சிருக்கேன் சார். தப்பு. நீ படிப்பு நிறுத்திய தப்பு தெரியுமா? இருக்குன்னு சார், ஊருக்கு போய் படிக்க போறேன் சார். நான் வேணும். நீ நினைச்சா ரஜினிகாந்தோட பெரிய ஆளாயிடலாம். ആ മൊബൈലിന്റെ സിം കാർഡ് ഡീകോഡ് ചെയ്യണം. അനിയൻ അതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. Sure. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ. തോമസ്, മോനെ വണ്ടി എടുക്ക്. Sir. അയ്യോ അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ സാറേ, ഞാൻ പറയുന്നത് കേൾക്കണേ സാർ, എനിക്കൊന്നും അറിയില്ല സാറേ. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ സാർ, എന്നെ കൊണ്ടുപോകല്ലേ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. ഞാൻ കൊണ്ടുപോകല്ലേ സാർ. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? മോഹൻ സാർ. മോഹൻ സാറോ? അല്ല സാർ, വെറും മോഹൻ എന്നാ. സാറൻ തന്നെ അവിടെ വെച്ച് ഞങ്ങളെ കണ്ടപ്പോ പരിങ്ങിയത്, അങ്ങനൊന്നുമില്ല സാർ. ഭയന്നത്, അങ്ങനൊന്നുമില്ല സാർ. ഒളിച്ചത്, അങ്ങനൊന്നുമില്ല സാർ. അങ്ങനെയൊക്കെ ഉണ്ട് സാർ. സത്യമായിട്ടും അങ്ങനൊന്നും ഇല്ല സാർ. ഇതാ എനിക്ക് പിടിക്കാത്തത്. ഇതെന്താ തോമസ് മോഹൻ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? തന്റെ പൊടി പോലും ബാക്കിയിട്ടില്ലേ? പറയണോ? അതൊന്നും വേണ്ട, മോഹൻ സാർ പറയും. പറ സാറേ. ഞാൻ സത്യമായിട്ടും ഒരു പാവമാണ് സാർ. പണക്കാരനാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. പറ. ലോഡ്ജ് താമസിച്ചിരുന്ന 4 പേരെ അന്ന് ഞാൻ ആ കൊച്ചി കൊണ്ടുവിട്ടത് എന്റെ കാറിൽ. ഞാനൊരു ടാക്സി ഡ്രൈവറാണ് സാർ. കൂലിയായി എനിക്ക് 2000 രൂപയും തന്നു. പക്ഷെ സാറന്മാർ അവരെ ഇപ്പൊ അന്വേഷിക്കുന്ന അറിഞ്ഞപ്പോഴും അവരെന്തോ കുഴപ്പക്കാരാണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് സാർ ഞാൻ ഭയന്നത്. കൊച്ചിയിൽ എവിടെയാ താൻ അവരെ കൊണ്ടുവിട്ട്? ഗോശ്രീ പാലത്തിനടുത്ത്. രാത്രിയായോണ്ട് സ്ഥലം അത്ര വ്യക്തമായില്ല സാർ. അവരെങ്ങോട്ടാ പോയെന്നറിയോ? ദൂരെ മാറി ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു, അതിന്റെ അടുത്തേക്കാ. ഇടയ്ക്ക് കാറിൽ വെച്ച് അവരാരെങ്കിലും ആയിട്ട് ഫോണിൽ സംസാരിച്ചോ? ഭാഷ ഹിന്ദിയോ മറ്റോ ആയിരുന്നുകൊണ്ട് മനസ്സിലായില്ല. പക്ഷെ അവരെന്നെ പറ്റിച്ചു സാർ. തന്ന കാശ് ചെലവാക്കാൻ കഴിഞ്ഞില്ല, കള്ളനോട്ടായിരുന്നല്ലേ? അതെ സാർ.
ഇതാണ് സാർ. ശരി മോഹൻ സാർ പൊയ്ക്കോ. വളരെ നന്ദിയുണ്ട് സാർ. അല്ല ഇളങ്ങൂട്ട അവന്റെ ജോലി ഗോശ്രീ പാലത്തിൽ അവസാനിച്ചു. ഫ്രം ദർ വി ബിഗിൻ. കോൺ